വഖഫ് ഭേദഗതി വന്നതിന് ശേഷം ഈ മുനമ്പത്തുള്ള ആളുകളുടെ ഭയങ്കരമായിട്ടുള്ള അമിത ആഘോഷവും അല്ലെങ്കിൽ ആ സഭാ മേഖലയിലെ ആളുകളൊക്കെ BJP-യിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരുപാട് ചർച്ചാ വിഷയവുമായി. മുനമ്പത്തുകാർക്ക് വേണ്ടിയിട്ടാണ് വഖഫ് നിയമ ഭേദഗതി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തി. അതിനുശേഷം അവരുടെ തന്നെ ന്യൂനപക്ഷ മന്ത്രിയുണ്ട് BJP-യുടെ, അദ്ദേഹം അവിടെ വന്നതിന് ശേഷം പറഞ്ഞത് ഇത് അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഇത് സംസ്ഥാന സർക്കാരും കൂടെ നേരിട്ട് ഇടപെടേണ്ട വിഷയമാണ്, കോടതിയിൽ നിന്നുമാണ് ഇതിന് വേണ്ടുന്ന ഉത്തരവുകൾ വരേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴാണ് മുനമ്പത്തുകാർ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു ഇരട്ടത്താപ്പ് മനസ്സിലായത്. രാവിലെ ഇതിൽ സംഭവം എന്ന് പറയുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മുനമ്പം പ്രശ്നം കേരളത്തിൽ അത്രമാത്രം ശ്രദ്ധയാകർഷിച്ച് വന്നത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുനമ്പത്ത് കുറേ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന കാരണത്താൽ കുറേ കാലമായി സമരത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചവരും അല്ലെങ്കിൽ പാരമ്പര്യേന എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഈ അവകാശം സിദ്ധിച്ചവരും ഒക്കെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ നിയമമുണ്ട്, സർക്കാരുകളുണ്ട്. ഏത് സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന തീരുമാനമെടുക്കേണ്ടത്? കേരളത്തിലെ എനിക്ക് തോന്നുന്നു മുനമ്പം ഭൂമി അത് വഖഫ് ഭൂമിയാണെന്നും അല്ലെന്നും ഒക്കെ തന്നെയുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ഒക്കെ നിലവിലുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അതിനെ തീരുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ഒന്നുകിൽ രാജ്യത്തെ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ കോടതികളോ ആണ്. അതിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം സംഘടനയും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര മുസ്ലിം സംഘടനകളാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രതയില്ലാത്ത മുസ്ലിം സംഘടനകളാവട്ടെ, മതേതര ചേരിയിലുള്ള മുസ്ലിം സംഘടനകളാവട്ടെ, ഒരാളും ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന കിടപ്പാടം നഷ്ടപ്പെടുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കേരളത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞ എന്താണ്, അവർക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ അവരുടെ ഭൂമി നഷ്ടമാകാതെ സർക്കാർ ഈ വിഷയം പരിഹരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തിട്ടില്ല. ഇവിടുത്തെ BJP-ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനും കാസയ്ക്കും ഒക്കെ തന്നെ മുതലെടുക്കാൻ വേണ്ടി ഒരു വിട്ടുകൊടുത്ത ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വേദി ഒരുക്കി കൊടുത്തു. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവർ വല്ലാതെ എന്ത് ചെയ്തു, BJP നേതാക്കന്മാർ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K. സുരേന്ദ്രൻ മുതൽ ഷോൺ ജോർജ് വരെയുള്ള ആളുകൾ അരമനകൾ കയറി ഇറങ്ങിക്കൊണ്ട് മുനമ്പത്ത് എന്തോ അത്ഭുതം സിദ്ധിക്കാൻ പോകുന്നു, ഇനിയിപ്പോൾ എന്താണ് മുനമ്പ ഭൂമി താണ്ടെ ഇവിടുത്തെ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നു, ഇവിടെ വഖഫ് ബില്ല് വന്നാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എന്താണ് ഇവിടുത്തെ മതേതര രീതിയിലുള്ള പാർട്ടികളൊക്കെ തന്നെ പറഞ്ഞാണ് ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മതേതര വിരുദ്ധമായിട്ടുള്ള വഖഫ് ബില്ലിന് എന്തില്ല, മുൻകാല പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു ബില്ലിന്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. വർഷങ്ങളായിട്ട് കോടതി വ്യവഹാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ വ്യവഹാരത്തിലിരിക്കുന്ന മുനമ്പം പോലെയുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും എന്തില്ല, ഈ വഖഫ് ബില്ലുകൊണ്ട് കഴിയില്ല. എനിക്ക് തോന്നുന്നു ഈ സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഒരിക്കലും സമൂഹത്തിൽ വേണ്ടത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവർ ഇടപെടാറില്ല. അവർ ഇടപെടുന്ന എന്തിനാണ്, ഇതൊരു സുവർണ അവസരമാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിൽക്കുന്നത്. ഇനിയെങ്കിലും മുനമ്പത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്നാണുള്ളത്. അല്ല, മുനമ്പത്തെ ജനങ്ങൾ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ. അതിപ്പോൾ അവർക്ക് ഇന്നലത്തോടെ ബോധ്യമായി. കാരണം കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള BJP-യുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പാഴ്വാക്കുകളായി മാറുന്ന അവസ്ഥയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞതോടുകൂടി. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, മുനമ്പം പ്രശ്നത്തിന് എന്തില്ല, ഇതൊരു പരിഹാരമാകില്ല, കാരണം ഇതിന് മുൻകാല പ്രാബല്യമില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വ്യവഹാരങ്ങൾ അതിന് ഇനി കിരൺ റിജിജുവിൻ്റെ ഒത്താശ ആവശ്യമാണോ? ഇതിലെ കിരൺ റിജിജു പറഞ്ഞു കേട്ടില്ലേ, ഇവിടുത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സുപ്രീം കോടതിയിൽ പോകണതിന് ഹൈക്കോടതിയിൽ പോകണം. അതിന് കിരൺ റിജിജുവിന്റെയോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരുടെ ഒന്നും എന്തുണ്ടാ, നേരത്തെ പോകാമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഈ വിഷയം നടന്നപ്പോൾ തന്നെ പാർലമെന്റിൽ ഹൈബീഡൻ MP കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചാണ്, സംശയപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അന്ന് ഭരണ സംവിധാനത്തിലുള്ള ആരും തന്നെ അതിന് ഉത്തരം കൊടുത്തിട്ടില്ല. അന്ന് ഹൈബീഡൻ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു. ഈ മുനമ്പത്തെ ജനങ്ങളിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള ആളുകളിൽ നിന്നാണെങ്കിലും ഹൈബീഡൻ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനെല്ലാം യാഥാർത്ഥ്യം എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതായത് മുനമ്പത്തെ ജനങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. BJP-യുടെ ഒരു ആയുധമായിട്ട് മുനമ്പത്തെ ജനങ്ങൾ മാറുകയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മുനമ്പത്തെ ജനങ്ങളെ ഉപയോഗിക്കുകയുമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇവിടെ മുനമ്പത്തെ ജനങ്ങളെ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, മുനമ്പത്ത് നിന്നും ഈ കേരളത്തിലെ ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് തങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ നടത്തുന്ന പ്രചാരവേലകളുടെ തിരശീല, അതായത് ഈ പറയുന്ന വിളക്കണക്കുന്ന രീതിയിലാണ് ഇന്നലെ കേന്ദ്രമന്ത്രി. അദ്ദേഹം ഇതൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം യാഥാർത്ഥ്യം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു നിയമത്തിന് ഒരിക്കലും എന്തില്ല, മുൻപുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല.
അങ്ങനെ ഇനി പ്രശ്നങ്ങൾ പരിഹരിക്കാമെങ്കിലും ഈ പറയുന്ന വഖഫ് ബില്ല് തന്നെ എന്താണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. രാജ്യത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടന കൃത്യമായിട്ട് വിഭാവനം ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ അന്തസ്സത്തെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ ഇന്ത്യൻ പാർലമെന്റിന് പോലും അധികാരമില്ല എന്ന് സുപ്രീം കോടതി നിരവധിയായിട്ടുള്ള കോടതി ഉത്തരവുകളിൽ നമ്മുടെ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബില്ല് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. കാര്യം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള സ്വത്തുക്കളെ ഏകപക്ഷീയമായിട്ട് സർക്കാരിന് പിടിച്ചെടുക്കുവാനും അല്ലെങ്കിൽ സർക്കാരിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുവാനും എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് ഭരണഘടനാപരമായിട്ട് എന്താണ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കേരളത്തിലെ പലരും എന്ത് ചെയ്തു, വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. എന്താണ് ഈ മുനമ്പം പ്രശ്നത്തിന്റെ പേരിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബില്ലിനെ എതിർക്കണമെന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബില്ലിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോഴും എന്താണ് ഇവിടുത്തെ UDF ഉൾപ്പെടെയുള്ള കക്ഷികൾ പറഞ്ഞത് എന്താണ്, ഇത് കേവലം ഒരു പ്രാദേശികമായിട്ടുള്ള പ്രശ്നമാണ്, ഈ പ്രശ്നത്തിന് എന്താണ് ഇതൊരു പരിഹാരമാകില്ല. പക്ഷെ അന്ന് അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെയും എന്ത് ചെയ്തു, പല ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഒക്കെ തന്നെ അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാക്കുകളെ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇതിൽ കൃത്യമായിട്ട് സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. സർക്കാർ മൗനം പാലിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു അവസരം ഉണ്ടായത് തന്നെ. സർക്കാരിന് രാഹുലെ എപ്പോഴും വേണമല്ലോ ഇടപെടാമല്ലോ. സർക്കാരിന് ഈ കക്ഷികളെ വിളിച്ച് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ല ഉള്ളൂ. രേഖകൾ പരിശോധിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഈ രേഖകൾ പരിശോധിച്ച ശേഷം ഈ രേഖകളുടെ വിശ്വാസ്യത അല്ലെങ്കിൽ ഇതിന്റെ കൃത്യത എതിർ കക്ഷികളെ ബോധ്യപ്പെടുത്താൻ എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളത്? ഇവിടെ വേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ്. അല്ല, മുനമ്പം പ്രശ്നത്തിന് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് ആവശ്യം. അതിനെന്ത് ചെയ്യുന്നില്ല ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, ഇവർ ഈ ട്രൈബ്യൂണലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ നീട്ടിക്കൊണ്ടുപോയി ഇനിയും 10-20 വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് അതിനൊരു അർത്ഥവുമില്ല. അതിന്റെ അർത്ഥമില്ലെന്ന് മാത്രമല്ല രാഹുലെ, ഇവിടെ പാവപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തർക്കഭൂമിയിൽ എന്തില്ല, അവർക്കൊരു ലോൺ എടുക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ആ ഭൂമി പണയപ്പെടുത്തി ഒരു എന്താണ് വായ്പ നേടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമി ഉപയോഗപ്പെടുത്തി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനാണ് പറയുന്നത്, അവിടുത്തെ പല നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടതാണ്, എന്താണ് ഈ കല്യാണ ആലോചനകൾ പോലും എന്തില്ല, അവിടെ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ, വളരെ വളരെ പാവപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രശ്നത്തിൽ ഭാഗവാക്കാക്കിയിട്ടുള്ളത്. പലപ്പോഴും അതിന്റെ പിന്നിൽ പല ആളുകളും പിന്നീട് ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ കൺമുമ്പിൽ വരുന്നത് കുറേ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് കേരളത്തിൽ ഞാൻ കരുതുന്നില്ല കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും എന്ത് ചെയ്യത്തില്ല, ആ പാവപ്പെട്ട ആളുകളെ എന്ത് ചെയ്യണം, കുടിയൊഴിപ്പിക്കണം. അഥവാ അവിടുന്ന് കുടിയൊഴിപ്പിച്ചാൽ തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റണമെന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആവശ്യപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ് സർക്കാർ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അവിടെ വഖഫ് ഭൂമി അല്ലെങ്കിൽ ഇവർക്കാണ്, ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകളെന്ന് സർക്കാർ തീരുമാനം പറയട്ടെ. സർക്കാർ എന്ത് ചെയ്യുന്നില്ല, ഒളിച്ചോടുവാണല്ലോ. സർക്കാരാണ് ഇവർക്ക് ഈ ഒരു സ്പേസ് ഉണ്ടാക്കി ഒരേ സമയത്ത് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം എന്താണ് സർക്കാർ അവസാനിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഇന്നലെ വ്യക്തമായി, എന്താണ് നമ്മൾ പറയത്തില്ല, നീലക്കുറുക്കൻ്റെ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവസാനം എന്ത് ചെയ്തു, ഇത്രയും കാലം എന്ത് ചെയ്തു, ആടിന്റെ കുറുക്കന്റെ വേഷമണിഞ്ഞ വേഷമണിഞ്ഞ ആട് ഇന്നലെ രാത്രി എന്ത് ചെയ്തു, ഒരു കുറുക്കൻ കൂവുന്ന ഒരു സമയം ഉണ്ടായി. അതോടുകൂടി എന്തായി, എല്ലാവർക്കും ഇപ്പം ചതി മനസ്സിലായി. ഈ പറയുന്ന നമോ മോദി പരിപാടി നടത്തിയവരും അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചവരും BJPയിൽ മെമ്പർഷിപ്പ് എടുത്തവരും ഒക്കെ തന്നെ എന്ത് ചെയ്തു, പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിന്റെ പുറകിൽ നിന്ന് ചരട് വലിച്ച് ഇവരെ ഈ രീതിയിലേക്ക് ഊതിപ്പെരിപ്പിച്ച് സർക്കാരിനെതിരെയും ബാക്കിയുള്ള എല്ലാ ഇതിനെതിരെയും അവർക്ക് എതിരാക്കിയതിനു ശേഷം ഇവരെ പറ്റിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കാമെന്ന് ഇവർ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനി അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്.